നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യോസഫിന്റെ അസ്ഥികൾ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മളവിടെ വായിക്കുകയാണ്. വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. ബൈബിളിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ബുക്ക് ഓഫ് ജെനിസിസ്, ഉൽപ്പത്തിയുടെ പുസ്തകം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങി വളരെ ആനന്ദം തരുന്ന പുസ്തകമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു ശവപ്പെട്ടിയിലാണ് അവസാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം, യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ദൈ മമ്മിഫൈഡ് ജോസഫ്. ഈജിപ്തിലെ പതിവനുസരിച്ച് യോസഫിന്റെ ശരീരത്തെ ഒരു മമ്മിയാക്കി അവർ സൂക്ഷിച്ചു. എന്നാൽ അതിനു മുമ്പ് യോസഫ് തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ യോസഫ് എബ്രായ ലേഖനം 11-ാം അധ്യായം, ഈ പുതിയ നിയമത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുള്ള വാദങ്ങൾ നമ്മുടെ ഇടയിൽ ശക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചത്. പുതിയ നിയമത്തിലെ എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അനന്തരം യോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു എന്നാൽ. അപ്പൊ ഒരു വിശ്വാസിയുടെ മരണത്തെ സംബന്ധിച്ച് അവൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പൊ കേരളത്തിലെ നിരീശ്വരവാദികൾ, ഈ ദിവസങ്ങളിൽ നിരീശ്വരവാദികളുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ വളരെ കൂടുതലാണ്. അപ്പൊ അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ച് മരണം കൊണ്ടെല്ലാം അവസാനിക്കുകയാണ്. എന്നാൽ ഇവിടെ യോസഫ് പറയാണ്, ഞാൻ മരിക്കുന്നു എന്നാൽ. അപ്പോ ഒരു വിശ്വാസിക്ക് മാത്രം ഈ ലോകത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഞാൻ മരിക്കുന്നു എന്നാൽ. നിങ്ങളുടെ മരണസമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും, ഒരു പ്രഖ്യാപനമാണ്. യോസഫ് പറയാണ്, ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഈ മരിച്ചു കഴിഞ്ഞാല് എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ? എവിടെ അടക്കിയാൽ എന്നാ, ആരടക്കിയാൽ എന്നാ, എങ്ങനെ അടക്കിയാൽ എന്താ, അടക്കിയില്ലെങ്കിൽ എന്താ? ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രസംഗിക്കാൻ വരുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു. ആ ഉപദേശിയുടെ പ്രസംഗത്തിലൊരു മെയിൻ പോയിന്റ് ആയിരുന്നു, കൊല വെട്ടിക്കഴിഞ്ഞാൽ പിണ്ടി എന്ത് ചെയ്താൽ എന്താണ്? ഈ വാഴപ്പിണ്ടി, കൊല വെട്ടിക്കഴിഞ്ഞാൽ വാഴപ്പിണ്ടി എന്ത് ചെയ്താൽ എന്താണ്? അപ്പൊ ഇതാണ്, ഒരു വാഴപ്പിണ്ടിയോടാണ് മനുഷ്യ ശരീരത്തെ താരതമ്യപ്പെടുത്തുന്നത്. കൊല എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ആത്മാവ്. അപ്പൊ ഈ ആത്മാവ് ദൈവത്തിന്റെ അടുത്ത് പോയി സേഫായി. പിന്നെ നമ്മുടെ ശരീരം എവിടെ ആയാലും എന്താ, എങ്ങനെ ആയാലും എന്താ. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഉയർത്തെഴുന്നേൽപ്പ്, നമ്മുടെ ശരീരങ്ങളാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് ഈ ശരീരത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ്. നമ്മുടെ ശരീരങ്ങളാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹാപ്രത്യാശയാണ്. പുതിയൊരു ശരീരം ഉണ്ടാക്കല്ല, നമ്മുടെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുക, റിസറക്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ പ്രത്യാശയുള്ളവർ യോസഫിനെ പോലെ മരണത്തിൽ നിരാശപ്പെടുന്നില്ല. യോസഫ് തന്റെ മരണത്തിൽ നിരാശപ്പെടുന്നില്ല. യോസഫ് പറയാണ്, ഞാൻ മരിക്കുന്നു എന്നാൽ. ആ ഒരു എന്നാലാണ് ഓരോ വിശ്വാസിയുടെയും ധൈര്യം. അപ്പൊ മരണത്തിൽ നിരാശപ്പെടുന്നില്ല. അപ്പൊ യോസഫിന്റെ അസ്ഥികൾ നമ്മോട് ഇന്ന് സംസാരിക്കുകയാണ്. സ്റ്റിൽ അത് നമ്മളോട് സംസാരിക്കുന്നു.
യോസഫിന്റെ അസ്ഥികൾ നമ്മോട് സംസാരിക്കുന്ന ഒന്നാമത്തെ മെസ്സേജ്, ഒന്നാമത്തെ പോയിന്റ് മരണത്തിൽ നിരാശപ്പെടുന്നില്ലെന്നുള്ളതാണ്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എല്ലാ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളുടെ പാരമ്യതയായ മരണത്തിലും ആ വിജയക്കൊടി താഴുന്നില്ല. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ജയാളി എന്ന് കരുതപ്പെടുന്ന മരണത്തിന് ഒരു വിശ്വാസിയുടെ മേൽ ജയക്കൊടി പറത്തുവാൻ കഴിയുകയില്ല. ഇപ്പൊ മരണം പരാജയമായി തീരുകയാണ്. ഇത് യോസഫ് പറയാണ്, ഞാൻ മരിക്കുന്നു. അപ്പൊ അവിടെ മരണത്തിൽ യാതൊരു നിരാശയും യോസഫിനില്ല. അപ്പൊ ഈ യോസഫിന്റെ അസ്ഥികൾ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മോട് സംസാരിക്കുന്ന മറ്റൊരു മെസ്സേജ്, മരണം എല്ലാവർക്കും ഉണ്ട്. യോസഫ് മിസ്രയീമിന്റെ അധികാരിയായിരുന്നു. ഫറവോന് സിംഹാസനം കൊണ്ട് മാത്രം താഴെയാണ്. അപ്പൊ മിസ്രയീമിന്റെ പരമാധികാരിയായിരുന്ന ആ യോസഫ് എല്ലാ വിദ്യകളിലും അഗ്രഗണ്യനായിരുന്നു. ജ്ഞാനത്തിലും മാന്ത്രിക വിദ്യയിലും ലക്ഷണവിദ്യയിലും എല്ലാം അഗ്രഗണ്യനായിരുന്ന, ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന. നമ്മൾ ബൈബിളിന്റെ പുറത്തുള്ള ഹിസ്റ്ററി, ഈജിപ്ഷ്യൻ ഹിസ്റ്ററി വായിക്കുമ്പോൾ യോസഫിനെ അവർ ഒരു ദൈവമായിട്ടാണ് ഈജിപ്തുകാർ കണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ആ യോസഫിന് മരണമുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും മരണമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ആഴ്ച പ്രചരിച്ചതാണ് ആഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ ഒരു ശവശരീരം ഉയർപ്പിക്കുന്നത്. നല്ല കാര്യമാണ് ഉയർപ്പിക്കുന്നത്. പക്ഷെ എല്ലാവരും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കുറെ സിദ്ധികൾ കാണിക്കുക, എല്ലാവരും അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും മരണമുണ്ട്. നമ്മൾ ഒരിക്കലും അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കേൾക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, യെശയ്യാ പ്രവാചകൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അപ്പൊ യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച്, നീ പോയി പ്രസംഗിക്കും. ഓക്കെ, പ്രസംഗിക്കാം. അപ്പൊ പ്രസംഗിക്കാൻ പോയി കുറച്ച് വന്നപ്പോൾ ഓർത്ത്, എന്താ പ്രസംഗിക്കണ്ടേ? നമ്മൾ കൺവെൻഷൻ വിളിച്ചു, ബുക്ക് ചെയ്തു, പോകുന്ന വഴിക്ക് ഓൺ ദ വേയിലാണ് ഓർക്കുന്നത് എന്താ പ്രസംഗിക്കുന്നത്. ചില പ്രസംഗർ ഈ കൺവെൻഷൻ കയറി പറഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കാര്യം കണ്ടതെന്ന് പറയാം. അപ്പൊ ഇത് യെശയ്യാവിന് മെസ്സേജ് ഇല്ല. അപ്പൊ യെശയ്യാവ് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്? ഒരു മെസ്സേജ് വേണം. അപ്പൊ യെശയ്യാവ് എന്ന പ്രവാചകൻ പ്രസംഗിക്കാൻ സമയത്ത് ദൈവത്തോട് പ്രസംഗക്കുറിപ്പ് ചോദിച്ചു. കാരണം അന്ന് ഈ ഗൂഗിളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ E.S. തോമസിന്റെ 101 പ്രസംഗക്കുറിപ്പ് എന്നൊരു പുസ്തകമുണ്ട്, അതൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോ ദൈവം യെശയ്യാവിനോട് പറയാണ്, നീ പ്രസംഗിക്കേണ്ട ഇതാണ്, സകല ജഡവും പുല്ലുപോലെയും എല്ലാ പ്രതാപവും പുല്ലിന്റെ ഭംഗി പോലെയും മാത്രം എന്ന് നീ പ്രസംഗിക്കുക. പുല്ല് വാടുന്നു, പൂ ഉതിർന്നു പോകുന്നു, മനുഷ്യന്റെ ജീവിതം നൈമിഷികമാണ്. ഓ, ലൈഫ് ഈസ് ജസ്റ്റ് ബബിൾ ലൈക്ക് മൊമെന്ററി ലൈഫ്. ഓൾ റെപ്യൂട്ടേഷൻസ് ആർ മൊമെന്ററി. എല്ലാം നൈമിഷികമാണ്, താൽക്കാലികമാണ്. മരണം എന്നത് സുനിശ്ചിതമാണ്. ദാറ്റ്സ് ദ മെസ്സേജ്. അപ്പൊ യെശയ്യാ പ്രവാചകനെ കൺവെൻഷൻ വിളിച്ചാൽ കേൾക്കുന്ന മെസ്സേജ് ഇതാണ്, നിന്റെ ജീവിതം താൽക്കാലികമാണ്, മരണം നിശ്ചയമാണ്. ഇതാണ് മെസ്സേജ്. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ, ഹാലേ ലൂയ ഹാലേ ലൂയ, പൂക്കുന്നിതു വയലിൽ പൂ, ചെടി പോലെ ബാർക്കുമോ. അങ്ങനെ പുല്ലിന് തുല്യമാണ് മനുഷ്യന്റെ ജീവിതം. ഇതാണ് യെശയ്യാവിനോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ യോസഫിന്റെ അസ്ഥികൾ നമ്മോട് സംസാരിക്കുന്നു. എത്ര പ്രതാപിയായാലും, എത്ര ധനികനായാലും, എത്ര ജ്ഞാനിയായാലും, എത്ര അധികാരസ്ഥനായാലും മരണം അവനെ സന്ദർശിക്കും. ഒരു മരണം നിശ്ചയമാണ്. ഇപ്പൊ രണ്ട്, ഈ മരണത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ലിവ് ഇൻ ഹോപ്പ് ആൻഡ് ഡൈ ഇൻ ഫെയ്ത്ത്.
പ്രത്യാശയിൽ ജീവിക്കുക, വിശ്വാസത്തിൽ മരിക്കുക. അപ്പൊ അതാണ് നമ്മളവിടെ കാണുന്നത്. പ്രത്യാശയിൽ ജീവിക്കുക, വിശ്വാസത്തിൽ മരിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രത്യാശയിൽ ജീവിച്ചു, വിശ്വാസത്തിൽ മരിച്ചു. നമ്മുടെ ലൈഫ് പ്രത്യാശയിലായിരിക്കണം, ഹോപ്പിലാണ് ജീവിക്കുന്നത്. പക്ഷെ മരിക്കുമ്പോഴാൽ വിശ്വാസത്തിൽ മരിക്കുക. ഇപ്പൊ യോസഫിന്റെ മരണം വിശ്വാസത്തിലാണ്. യോസഫ് മരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കും. യോസഫ് പറയുന്നത്, ഞാൻ ആ ഭാഗത്തേക്ക് പോവാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം. ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക്. യോസഫിന്റെ അസ്ഥികൾ മൂന്നാമത് സംസാരിക്കുന്നത് പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. ഞാൻ മരിച്ചാലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മരിക്കുകയില്ല. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. മരണം എന്നുള്ളത് ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരനുഭവമാണ്. കാരണം അവിടെ എല്ലാം തീരുകയാണ്, പിന്നെ എന്തായാലും എന്ത്. പക്ഷെ യോസഫ് പറയാണ്, ഞാൻ മരിക്കുന്നു, പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനമോ ദൈവമോ മരിക്കത്തില്ല. നമുക്ക് പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് മരണത്തിന്റെ സമയത്തും യോസഫ് ഓർക്കുകയാണ്. അപ്പൊ മരണത്തിന് വായിക്കാൻ കഴിയാത്ത, മരണത്തിന് ദുർബലപ്പെടുത്താൻ കഴിയാത്ത ഉറപ്പേറിയ ഉടമ്പടിയോടുകൂടിയാണ് ദൈവം തന്റെ ജനത്തെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ആ വിളി, അപ്പോസ്തലനായ പൗലോസ് നമ്മോട് ഷെയർ ചെയ്യുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒന്നിനും നമ്മെ ദുർബലപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ഇപ്പൊ യോസഫിനെ സംബന്ധിച്ച് മരണമെടുത്തു, മരിക്കാൻ പോകുമ്പോൾ ഇസ്രായേൽ മക്കളോട് റിമൈൻഡ് ചെയ്യാണ് പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. നമുക്ക് ആരോഗ്യമുള്ള സമയത്തും, നമുക്ക് സമ്പത്തുള്ള സമയത്തും, സന്തോഷമുള്ള സമയത്തും, യൗവനമുള്ള സമയത്തും, ആയുസ്സുള്ള സമയത്തും ഒക്കെ അങ്ങനെയാണ് നമ്മൾ പ്രോമിസുകളെ പറ്റി കേട്ടിങ്ങനെ ആവേശം കൊള്ളുകയാണ്. പക്ഷേ നമുക്ക് നിന്നെ ഞാൻ വാലല്ല തലയാക്കും, അല്ലെങ്കിൽ നിന്റെ മക്കളെ ഞാൻ നിന്നെ പോലെ അനുഗ്രഹിക്കും, നിന്റെ ബിസിനസ് അനുഗ്രഹിക്കും, നിനക്ക് സമ്പത്ത് അനുഗ്രഹിക്കും, ഇങ്ങനെയുള്ള പ്രോമിസുകൾ കേൾക്കുന്നത് മരണത്തിന്റെ സമയത്ത്, മരിക്കാൻ സമയത്താണ് യോസഫ് ദൈവത്തിന്റെ പ്രോമിസിനെ കുറിച്ച് പറയുക. പ്രോമിസ് എന്ന് പറഞ്ഞാൽ മരണസമയത്തും നിന്റെ കൂടെ നിൽക്കുന്നതാണ്. മരണത്തിന്റെ സമയത്തും ആ മരണത്തിൽ ജീവിതത്തിന്റെ കൊടിപ്പട താഴാതെ, ജീവിതത്തിന്റെ കൊടിപ്പട താഴ്ന്നു പോകാതെ ഉയർത്തി നിർത്തുകയാണ്. അതുകൊണ്ട് യോസഫ് മരണത്തിൽ നിരാശപ്പെടുന്നില്ല. അപ്പൊ യോസഫിന്റെ അസ്ഥികൾ നമുക്ക് നൽകുന്ന മെസ്സേജ്, ഒന്ന്, എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. 2, ആ മരണത്തിൽ നിരാശപ്പെടണ്ട. 3, പ്രത്യാശയിൽ ജീവിക്കുക, വിശ്വാസത്തിൽ മരിക്കുക. 4, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് മാത്രമല്ല യോസഫിന്റെ അസ്ഥികൾ നമ്മളോട് പറയുന്നത്. നമ്മളോട് വായിക്കണം, ഈ ദേശത്ത് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനം മാത്രമല്ല. ഈ അസ്ഥികൾ നമ്മെ റിമൈൻഡ് ചെയ്യിക്കുന്നത് നോട്ട് ഓൺലി അബൌട്ട് ദ പ്രോമിസസ് ബട്ട് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മാത്രമല്ല, ആ വാഗ്ദാനങ്ങളിലുള്ള ദൈവത്തിന്റെ വിശ്വസ്തത. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ രവിചന്ദ്രൻ പ്രഭൃതികളുടെ വാദങ്ങൾ ഇതെല്ലാം കെട്ടുകഥയാണ്, അങ്ങനെയാണ്. പക്ഷെ നോക്കുക, ദൈവം വാഗ്ദാനം ചെയ്ത ഒരൊറ്റ കാര്യം പോലും നടക്കാതിരുന്നിട്ട് ഇപ്പൊ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വാദം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഉയർത്തിയിരിക്കുന്ന ഇതാണ്, ഈ ഗോളങ്ങൾ, പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്. അപ്പൊ ഇത്രയും വലിയ ഈ പ്രപഞ്ചത്തിൽ ഒരു കടുകുമണിയുടെ പോലും വലിപ്പമില്ലാത്ത ഈ ഭൂമിയിലെ കുറച്ചു മനുഷ്യരുടെ കാര്യത്തിൽ ദൈവം എന്തിനാ ഇടപെടുന്നത്? ദൈവം എന്തിനാ തൽപരനായിരിക്കും? ദൈവം നമ്മുടെ കാര്യത്തിൽ അതീവ തൽപരനാണ്.
അപ്പൊ രവിചന്ദ്രനും കൂട്ടർക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, രവിചന്ദ്രൻ മാത്രമല്ല അവിടെ വിശ്വാസികളുടെ ഇടയിൽ ആ ചിന്താഗതി ഉള്ളവരുണ്ട്. ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഈ നമ്മുടെ ഗാലക്സി തന്നെ നെഗ്ലിജിബിൾ ആണ്. മിൽക്കി വേ ഗാലക്സി തന്നെ പ്രപഞ്ചമായിട്ട് നോക്കിയാൽ ഒന്നുമല്ല. ആ മിൽക്കി വേക്കകത്ത് സൂര്യൻ സൗരയൂഥം ഒന്നുമല്ല അത്ര. അപ്പൊ പിന്നെ ഭൂമി, ആ ഭൂമിയിലിരിക്കുന്ന ഈ ചെറിയ മനുഷ്യൻ, ആ ചെറിയ മനുഷ്യന്റെ കാര്യത്തിൽ എന്തിന് ദൈവം തൽപരനായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ മഹാപ്രപഞ്ചത്തെ, സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, ദൈവമേ നീ സൃഷ്ടിച്ച നക്ഷത്രങ്ങളെ വിചാരിക്കുമ്പോൾ മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്. പക്ഷെ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോ അവൻ പറയുന്നത് നോ 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 നോ, ഈ വലിയ പ്രപഞ്ചത്തിൽ, ഈ ചെറിയ സൗരയൂഥത്തിൽ, ഈ ചെറിയ ഭൂമിയിലെ ഈ ചെറിയ മനുഷ്യനായ നിന്റെ കാര്യത്തിൽ ദൈവം തൽപരനാന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ പുത്രൻ പറയാണ്, നിന്റെ കാര്യത്തിൽ എന്നല്ല, നിന്റെ തലയിലെ ഒരു രോമത്തിന്റെ കാര്യത്തിൽ പോലും ദൈവത്തിന് താല്പര്യമാണ്. രവിചന്ദ്രനും കൂട്ടുകാർക്കും നമ്മൾ കൊടുക്കുന്ന മറുപടി ഇതാണ്: അവർ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് നോട്ട് ഓൺലി ഇൻ ഹ്യൂമൻ ബീയിങ്, നോട്ട് ഓൺലി അബൌട്ട് എ ഹ്യൂമാനിറ്റി. ഈ മാനവരാശിയെ പറ്റിയോ ഒരു മനുഷ്യനെ പറ്റിയോ മാത്രമല്ല, ഒരു വിശ്വാസിയുടെ തലയിലെ ഓരോ രോമങ്ങളെയും എണ്ണുന്ന ദൈവത്തിന്റെ കരുതൽ. അപ്പൊ അതാണ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവം ഒരു വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനം നിറവേറും. പ്രോമിസസ്. അപ്പൊ ഫെയ്ത്ത്ഫുൾനെസ് അടുത്തതാണ് ഫെയ്ത്ത്ഫുൾനെസ്. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് അവിടെ പറയാണ്. ദൈവം വാഗ്ദാനം ചെയ്ത ദേശം, അപ്പൊ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2 നദികളുടെ ഇടയിൽ ഉള്ള സ്ഥലം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നൈൽ നദി മുതൽ അവർക്ക് അളവുനൂൽ അവരുടെ മനോഹര ദേശത്ത് വീണിരിക്കുകയാണ്. അപ്പൊ നമുക്കും ഒരു പ്രോമിസ്ഡ് ലാൻഡ് ഉണ്ട്, ഒരു പ്രോമിസ്ഡ് ലാൻഡ്. അപ്പൊ അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ യോസഫിന്റെ പ്രത്യാശയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക്. യോസഫ് മരിക്കാൻ പോവാണ്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സുഗന്ധവർഗം ഇട്ട് തന്റെ ശരീരം മമ്മിയാക്കി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിക്കകത്ത് വെക്കും. പക്ഷേ യോസഫിന് അറിയാം, ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ ഈ ശവശരീരം കൊണ്ടുപോകണം. അപ്പൊ തന്റെ അസ്ഥികളെ കുറിച്ച് അവിടെ ഉറപ്പ് കൊടുപ്പിക്കുക. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഈ മരിച്ചവരെ ഓർക്കുക. ഞാൻ ഓർക്കുക, ഈ യോസഫിന്റെ മരണശേഷം ഇസ്രായേലിൽ ഒരു നവീകരണം, നവീകരണ സഭകളാണ് മരിച്ചവരെ ഓർക്കത്തില്ല, പരേതരെ അനുസ്മരിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു നവീകരണം ഇസ്രായേലിൽ വന്നിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. നവീകരണം വന്നു. അപ്പൊ നവീകരിക്കപ്പെടുന്നവർ എന്ത് ചെയ്യുന്നില്ല, പിന്നെ മരിച്ചവരെ ഓർക്കത്തില്ല. അപ്പൊ അവർ കല്ലറയ്ക്കൽ പോകത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പെൺകുട്ടി തന്റെ പിതാവിന്റെ കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിച്ചു. അവർക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, മരിച്ചു. അപ്പൊ അതേ പരിഹസിച്ച് നമ്മുടെ ഒരു സീനിയർ ദൈവദാസൻ പോസ്റ്റ് ഇട്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്. ഇപ്പൊ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എവിടെ പറയുന്നു, ബൈബിളിൽ പറയുന്നു കല്ലറയ്ക്കൽ പോകാൻ? ബൈബിളിൽ പറയുന്നു എവിടെ കല്ലറയ്ക്കൽ പോകാൻ? ഇവിടെ യൗസേഫ് തന്റെ അസ്ഥികളെ സംബന്ധിച്ച് കൽപ്പന കൊടുക്കും. ഉത്തമ യൗസേഫിൻ അസ്ഥികളെ മൂശ ബഹുമാനിച്ചതുപോൽ. അപ്പൊ ഈ യൗസേഫ്, ഈ മോശയൊക്കെ യോസഫിന്റെ കാലശേഷം 400 കൊല്ലം കഴിയുമ്പോഴാണ് വരുന്നത്. അപ്പോഴേക്കും അവരൊക്കെ അങ്ങ് പെന്തക്കോസ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ? നിങ്ങൾ തന്നെ ഒന്ന് പറ. പിന്നെ ഈ 100-400 കൊല്ലം മുമ്പങ്ങാണ്ട് ജീവിച്ച ഒരു കിളവന്റെ, അല്ലെങ്കിൽ പണ്ടങ്ങാണ്ട് ഒരു മുതുകുത്തച്ഛൻ അപ്പൂപ്പൻ, അയാളുടെ എല്ലും എല്ലാം പെറുക്കിക്കൊണ്ട് പോവായിരുന്നോ? $1 million ക്വസ്റ്റ്യൻ. ആർക്ക് വേണമെങ്കിലും ഉത്തരം തരാം. അതായത് ഇവരെ ഈ നമ്മളിപ്പോ പറയുന്ന വിശ്വാസമായിരുന്നു അവർക്കെങ്കിൽ അവർ ഈ അസ്ഥികൾ എടുക്കുമായിരുന്നോ?
ഇനി പുതിയ നിയമം വന്നു കഴിയുമ്പോൾ ആ കാര്യത്തിന് യാതൊരു പ്രാധാന്യമില്ലെങ്കിൽ അപ്പോസ്തലനായ പൗലൂസ് എബ്രായ ലേഖനം 11:22 ആ കാര്യം ഒരു ശ്രേഷ്ഠമായ കാര്യം, വിശ്വാസത്താൽ, എന്ത് വലിയ കാര്യമാണ്, വിശ്വാസത്താൽ യോസഫ് തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. അപ്പൊ ആ അസ്ഥികളെ ചുമന്നുകൊണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പോകുമ്പോൾ മിസ്രയീമിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതപ്പെടുന്ന ഒരു വ്യക്തിയുടെ പിരമിഡ് ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ ആർക്കിയോളജിക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ പിരമിഡിനകത്ത് ഈ അന്നത്തെ കാലത്ത് ആളുകൾ മരിക്കുമ്പോൾ ഈ പിരമിഡിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ, അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം വെക്കും, വിലയേറിയ സാധനങ്ങൾ. അതുകൊണ്ട് പിരമിഡ് കൊള്ളയടിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പിരമിഡിനകത്ത് നിധി കാണും. പ്രത്യേകിച്ച് ഈ ഫറോവന്മാരൊക്കെ മരിക്കുമ്പോൾ അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം കൊണ്ട് വെക്കും. ചില ആളുകൾ മരിക്കുമ്പോൾ അവരുടെ നമ്മുടെ ഈ ഇന്ത്യയിൽ ചില വൃദ്ധ ബ്രാഹ്മണർ മരിക്കുമ്പോൾ അവരുടെ ചെറുപ്പക്കാരായ ഭാര്യമാരെയൊക്കെ ബലമായിട്ട് ചിതയ്ക്കകത്ത് തള്ളിയിടുമായിരുന്നു. സതി എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ വേലക്കാരെയും വളർത്തു മൃഗങ്ങളെയും ഭാര്യമാരെയും ഒക്കെ കൂടെ മമ്മിഫൈ ചെയ്ത് ഈ പിരമിഡ് വെക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വീട് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മരണാനന്തരം വേണ്ടിയ പരലോകത്തേക്ക് പോകുമ്പോൾ എല്ലാ അനുയായികളെയും അനുസാരികളെയും എല്ലാം വെച്ചാ വിടുന്നത്. ഒരു പിരമിഡ് കണ്ടുപിടിച്ചപ്പം ആ പിരമിഡിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാം. പക്ഷേ ആ മമ്മി മാത്രമില്ല. എന്ന് പറഞ്ഞാൽ ഒരു പിരമിഡിനകത്ത് എല്ലാ പേഴ്സണൽ ബിലോങ്ങിങ്സും സകല കാര്യങ്ങളും ഇരിപ്പുണ്ട്. പക്ഷേ പ്രധാന കാര്യം മമ്മി മാത്രമില്ല. ഇപ്പൊ അത് പൊതുവെ കരുതപ്പെടുന്നത് യോസഫിന്റെ പിരമിഡാണ്, യോസഫിന്റെ ടോമാണ്. അതുകൊണ്ട് യോസഫിന്റെ ശരീരവുമായി ഇസ്രായേൽ മക്കൾ പോയി. അതുകൊണ്ട് ബാക്കിയെല്ലാം അവിടെ ഉണ്ട്, ശരീരം മാത്രമില്ല. അപ്പൊ ആ യോസഫിന്റെ അസ്ഥികൾ നമ്മോട് സംസാരിക്കുന്നത് പരേതരെ അനുസ്മരിക്കുന്ന, പരേതരെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചാണ്. അത് നമുക്ക് സാധാരണ അങ്ങോട്ട് മനസ്സിലാകത്തില്ല. പക്ഷേ എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നു. അപ്പൊ യോസഫിന്റെ അസ്ഥികൾ ഇന്ന് നമ്മോട് സംസാരിക്കാം. യോസഫിന്റെ അസ്ഥികൾ ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പൊ ദൈവം നമുക്കും ഒരു ദേശം, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒരു വാഗ്ദാന ദേശം കൊടുത്ത പോലെ നമുക്കും ഒരു വാഗ്ദാന ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് വായിക്കണം, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പൊ സത്യം ചെയ്യിച്ചു. ഇനി എത്ര വർഷം കഴിഞ്ഞു? നൂറ്റാണ്ടുകൾ കഴിയുകയാണ്, നൂറ്റാണ്ടുകൾ. അപ്പൊ ദൈവത്തെക്കുറിച്ച് വലിയ ഒരു വീരവാദമൊക്കെയാണത്. യോസഫിന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുണ്ടായിരുന്നു. യോസഫ് 7 വർഷത്തെ ക്ഷാമത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു, അതിനുവേണ്ടി മുൻകരുതലെടുത്തു. മിസ്രൈമിലെ മന്ത്രിയായി, ഞങ്ങളുടെ ആളായിരുന്നു, വലിയ ആളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ എല്ലാവരും അടിമകളായി, കുഞ്ഞുങ്ങൾ വരെ അടിമകളായി. യാതൊരു സ്വാതന്ത്ര്യവുമില്ല, ജീവിതമില്ല, ലൈഫില്ല. അടിമത്തം, അടിമത്തം, അടിമത്തം. നൂറ്റാണ്ടുകളായി ദൈവസ്വരം കേൾക്കാനില്ല, ഒരത്ഭുതങ്ങളും നടക്കുന്നില്ല, നത്തിങ്. നിരീശ്വരവാദം വളരാൻ ഇതിലും ബെസ്റ്റ് സാഹചര്യം എവിടെയാ? നിങ്ങൾ മിസ്രയീമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനങ്ങളെ പറ്റി ഓർക്ക്. അപ്പൊ ആളുകൾ എഴുന്നേക്ക, ഇന്നത്തെ നമ്മുടെ രവിചന്ദ്രനെ ഒക്കെ പോലെയുള്ള ആളുകൾ ചോദിക്കും, എവിടെ ദൈവം? എവിടെ ദൈവത്തിന്റെ വാഗ്ദാനം? എവിടെ? ആകപ്പാടെ ഇരിക്കുന്നത് കുറച്ച് അസ്ഥിയാണ്, യോസഫിന്റെ അസ്ഥി. അതിവര് മറന്നും പോയി ജീവിതത്തിന്റെ കഷ്ടപ്പാടിനിടയിൽ. ഇപ്പൊ യോസഫിന്റെ അസ്ഥികൾ അപ്പോഴും ഈ മിസ്രയീമിൽ ഇരുന്ന് ഇസ്രായേൽ മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും, നിശ്ചയമായിട്ടും വരും. അപ്പൊ ഒരു ലക്ഷണവും കാണുന്നില്ല. ഇനിയിപ്പോ അപ്പോൾ അസ്ഥിയിൽ മുത്തി പ്രാർത്ഥിക്കാമോ? ഓരോരുത്തർ സംശയം ചോദിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സിമിലർ സ്ഥിതിയാണ്. ഇന്നിപ്പോ ആളുകൾ പറയുന്നത് കർത്താവായ യേശു ചരിത്ര പുരുഷൻ ആയിരുന്നില്ല, ജീവിച്ചിരുന്നിട്ടേ ഇല്ല. ഓരോരോ എതിരുകളാണ്. അന്നും അങ്ങനെയായിരുന്നു. ഇത് ചുമ്മാ പറയുന്ന യോസഫിയുടെ മന്ത്രിയായിരുന്നു, ഈ രാജ്യത്തിന്റെ പരമാധികാരി. എന്നിട്ട് നമുക്കെങ്ങനെ ഈ കഷ്ടപ്പാട് വരുന്നത്? നമ്മൾ അവന്റെ സന്തതി പരമ്പരകളാണ്, പക്ഷേ അടിമത്തമാണ്. ഇപ്പം നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ
ദൈവം പ്രവർത്തിക്കുന്നില്ല, ദൈവം വെളിപ്പെടുന്നില്ല. ഇന്നൊരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുക, നിങ്ങൾ എന്തിനാണ് രവിചന്ദ്രന് മറുപടി കൊടുക്കുന്നത്? നല്ലപോലെ അവർക്ക് അസ്വസ്ഥ വരുന്നുണ്ട് നമ്മൾ മറുപടി കൊടുക്കുന്നേ. കാരണം ഇവരോർത്ത് എന്താ, ഈ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആരും മറുപടി കൊടുക്കത്തില്ലെന്നോ? മറുപടി കൊടുക്കുന്ന ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിന് മറുപടി തരുന്നു? നിങ്ങൾക്ക് മിണ്ടായിരിക്കാൻ മേലെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ മേലെ. ഞങ്ങളുടെ കർത്താവായ യേശുവിനെ കുറിച്ച് എന്തിനാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് വേറെ എത്രയോ സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അതിനുള്ള മറുപടി ഞങ്ങൾ പറയും, അതിന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വേറൊരുത്തം വന്നിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാസ്റ്റർമാർക്കെല്ലാം കൂടെ പ്രാർത്ഥിച്ച് രവിചന്ദ്രനെ ഒരു ഉപ്പുപാറയാക്കാൻ മേലെ. അവരാണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് സാത്താന്റെ പണിയാണ്. ഈ സജഷൻസ് മുഴുവൻ സാത്താനാണ്. അത് മനസ്സിലായോ? കാരണം യേശു മിനിസ്ട്രി തുടങ്ങിയപ്പോഴേക്ക് സജഷനാ, ഭയങ്കര സജഷനാ. നീ ഒരു കാര്യം ചെയ്യും, നീ ഗോപുരത്തിന്റെ മുകളിൽ താഴോട്ട് ചാട്. അത് ഇവനാണ് നിശ്ചയിക്കുന്നത്. ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടണോ വെള്ളം വീഞ്ഞാക്കണോ എന്ന് കർത്താവ് തീരുമാനിക്കും. അതുകൊണ്ട് രവിചന്ദ്രന്റെ മക്കളും ഇങ്ങോട്ട് പറയണ്ട. ഉപ്പുതൂണാക്കണം, ഉപ്പുതൂണാക്കും. വണ്ടി ഇടിപ്പിക്കണമെങ്കിൽ വണ്ടി ഇടിപ്പിക്കും. എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചോളാം. അപ്പൊ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ മറുപടി കൊടുക്കണ്ട. അപ്പൊ മറുപടി അവർക്ക് കൊള്ളുന്നുണ്ട്. ഈ പറഞ്ഞ അബദ്ധങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ പിന്നെ പിശാച് എന്ന് പറയാം, ഒരു കാര്യം നീ കല്ല് അപ്പമാക്ക്, അല്ലെങ്കിൽ വേണ്ട നീ ഇതൊക്കെ വിട, നീ ഞങ്ങളോട് കൂടിക്കോ. കണ്ടോ? അപ്പൊ ഇതാണ് ഇവരുടെ പരിപാടി. അപ്പൊ ഇത് പിശാചിന്റെ പരിപാടിയാണ്. പിശാചാണ് പറയുന്നത്. സജഷൻ എപ്പോഴും ഭയങ്കര സജഷനാണ്. പക്ഷെ ദൈവത്തിന്റെ മക്കൾക്ക് സജഷനില്ല. ഇപ്പൊ പരിശുദ്ധ മറിയത്തെ നോക്ക്. പരിശുദ്ധ മറിയം പറയാണ് ഇവർക്ക് വീഞ്ഞില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം കോരി വീഞ്ഞാക്കി കൊടുക്കുക. അങ്ങനെ പറഞ്ഞോ? ഇല്ല. ആവശ്യം പറഞ്ഞു, വഴി പറഞ്ഞു കൊടുക്കത്തില്ല. ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പരിപാടിയല്ല. നമ്മുടെ കാര്യം പറയാം. വേ ബിലോങ്സ് ടു ഗോഡ്. അവൻ തന്നെ വഴിയാണ്, അവൻ തന്നെ സത്യമാണ്, അവൻ തന്നെ ജീവനാണ്. അപ്പോൾ നമ്മളൊരിക്കലും ദൈവത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം യുക്തിവാദികളുടെ ബുദ്ധി ഉപദേശം ഒന്നും ഇവിടെ എടുക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് കൃത്യമായിട്ടും വെടിപ്പായിട്ട് ചെയ്യും. അത് ഞങ്ങളെ കർത്താവിനുള്ള ജ്ഞാനം തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മിസ്രൈമിലേക്ക് നോക്കുക. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. 4 നൂറ്റാണ്ട്. നോട്ട് എ ഷോർട്ട് പീരിയഡ്. രവിചന്ദ്രൻ പരിഹസിക്കുന്നുണ്ട് 4 നൂറ്റാണ്ട്. അത്രയും കഴിഞ്ഞിട്ട് പിന്നെ വിടുതൽ വന്നിട്ടെന്നാ കാര്യം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത്രയും കഴിഞ്ഞിട്ട് വിടുതൽ വന്നിട്ടെന്നാ കാര്യം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ 4 നൂറ്റാണ്ടുകൾ. പക്ഷെ അത് കഴിയുമ്പം ഈ പ്രോമിസ് നിറവേറി വരികയാണ്. കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം നഷ്ടപ്പെട്ടു. യൂറോപ്പിലൊക്കെ ക്രിസ്തീയ വിശ്വാസം തകർന്നു. വേറൊരാള്, ഒരു യുക്തിവാദി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ച സ്ഥലത്തൊന്നും ക്രിസ്ത്യാനികളില്ല? യെസ്, ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചപ്പോൾ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുണ്ടായിരുന്ന 7 ചർച്ചുകൾ, 7 ചർച്ചസിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുടെ ദൂതന്മാർക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഫിലാഡൽഫിയ, എഫേസോസ്, സ്മിർണ, സർദീസ്, ലവോദിക്ക എന്നൊക്കെ പറഞ്ഞ് 7 സഭകളെ നിങ്ങൾക്ക്, പെർഗമോസ്. അപ്പൊ ആ 7 സഭകളും ഏഷ്യ മൈനറിലായിരുന്നു. ഇന്നത്തെ ടർക്കി ഭാഗത്തൊക്കെ വരും. ഈ 7 സഭകൾ ഇരുന്ന സ്ഥലങ്ങളിലൊന്നും ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇല്ല, ചർച്ചില്ല, എല്ലാം ഇല്ല. എല്ലാം നശിച്ചുപോയി. ക്രിസ്ത്യാനിറ്റി ലോകത്തെല്ലാം അങ്ങ് വിജയിച്ചങ്ങ് നിറയുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം കണ്ടെത്തുമോ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും ആയിത്തീരും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ മുതിർന്നു വരും. അപ്പൊ ഭാവി കാലത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള തിരുവെഴുത്ത് പറയുന്നത് ഞങ്ങൾക്ക് അത്ര ആശാവഹമായ കാര്യമല്ല. അതുകൊണ്ട് വിമർശിക്കുന്ന യുക്തിവാദികൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് വ്യത്യസ്തമായി ഫ്യൂച്ചറിൽ ഭൂമി മുഴുവൻ നിറഞ്ഞ് ഇവിടെ ക്രിസ്ത്യാനിറ്റി നിൽക്കുമെന്നൊന്നുമല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് വരുന്ന സമയത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള വിധത്തിൽ ലോകത്തായിത്തീരുമെന്ന്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റി പരാജയപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് ക്രിസ്ത്യാനിറ്റി പരാജയപ്പെടുകയല്ല, അത് ക്രിസ്ത്യാനിറ്റിയുടെ വിജയമാണ്. കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഫസികൾ ഫുൾഫിൽ ആകുകയാണ്. അപ്പൊ നിങ്ങൾ പരാജയം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് പോലും ഞങ്ങളുടെ വിജയമാണ്. അത് പരാജയമല്ല. യോസഫിന്റെ അസ്ഥികൾ ഇന്ന് സംസാരിക്കുകയാണ്. എത്രമാത്രം
ഹീനമായ സ്ഥിതിയിലായാലും അധപ്പതിച്ച അവസ്ഥയിലായാലും ഒരു പ്രത്യാശയും ഇല്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ ഇസ്രായേൽ മക്കളായ സമയത്തും അവിടേക്ക് വരികയാണ് വീണ്ടും മുൾപ്പടർപ്പിന് എരിയാതെ തീയായി ദൈവം മോശയോട് സംസാരിക്കുക. അപ്പൊ ആ ഒരു വീണ്ടെടുപ്പിന്റെ ദിവസം വരുന്നുണ്ട്. അപ്പോ പേഷ്യൻസ് ആൻഡ് എൻഡ്യൂർ, ക്ഷമയും സഹിഷ്ണുതയും യോസഫിന്റെ അസ്ഥികൾ സംസാരിക്കുന്ന അടുത്ത മെസ്സേജാണ്. യോസഫിന്റെ അസ്ഥികൾ എന്നോട് പറയാണ്, സഹിഷ്ണുത കാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവർ വാഗ്ദാനങ്ങളെ പ്രാപിക്കും. നമ്മൾ യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, സഹിഷ്ണുത കാണിക്കുന്ന മനുഷ്യൻ. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ ഒരിക്കലും മടുത്തു പോകരുത്. ആശയിൽ ഉറ്റിരിപ്പി, പ്രത്യാശയിൽ നിലനിൽപ്പി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാകുകയും. ബൈബിൾ നിരന്തരമായി നൽകുന്ന ആഹ്വാനങ്ങളാണ്. യോസഫിന്റെ അസ്ഥികൾ പറയുന്നതാണ്, ഒരു കാരണവശാലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. പേഷ്യൻസ്, കാരണം നിശ്ചയമായിട്ടും ദൈവം തന്റെ വാഗ്ദാനത്തെ നിവർത്തിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ ഓർക്കുക, വാഗ്ദാനത്തെ ഓർക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ഓർക്കുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം, ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ഇതെല്ലാം മനുഷ്യന്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചും അവർ വിമർശിക്കുന്നുണ്ട്. ദൈവം അറിഞ്ഞോ, ദൈവം കേട്ടോ, ദൈവം അറിഞ്ഞു, ദൈവം കേട്ടു എന്നൊക്കെ കഴിഞ്ഞാൽ ദൈവം അന്നേരം അറിഞ്ഞു എന്നല്ല, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, ദൈവം കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ, ദൈവത്തിന്റെ വചനത്തെ നാം ഓർത്തുകൊണ്ടിരിക്കണം. ടൈം ഓഫ് ടെസ്റ്റിംഗ് ക്യാൻ ബി ലോങ് ആൻഡ് ട്രയൽസ് മേ ബി ഹാർഷ്. നമ്മുടെ ജീവിതത്തിന്റെ ശോധനകൾ കഠിനമായിരിക്കാം, പരീക്ഷയുടെ കാലഘട്ടം ദീർഘമായിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ പ്രത്യാശ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. വിശ്വാസം, ഫെയ്ത്ത് റിക്വയർസ് ഒബീഡിയൻസ്. വിശ്വാസം ഉണ്ടെങ്കിൽ അനുസരണം അതിന്റെ പുറകെ വരും. അതാണ് ഈ അസ്ഥികൾ ചുമന്നുകൊണ്ട് പോകാൻ അവർ തയ്യാറായത്. കാരണം അവരുടെ വിശ്വാസമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ അസ്ഥികൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അവിടെ യോസഫ് പറഞ്ഞു, മിസ്രൈം വളരെ വലിയ രാജ്യമാണ്, ഇയാളുടെ അസ്ഥിയൊക്കെ എവിടെയിരിക്കുന്നത്? നമ്മുടെ ചുമ്മാ പറമ്പി കിടക്കുമൊന്നുമല്ല, നല്ല ഒന്നാന്തരം പിരമിഡിനകത്ത് അന്ന് ലോകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ശവക്കല്ലറയാണ്. ഏറ്റവും ബെസ്റ്റ്, നല്ല സേഫ് ആയിട്ടിരിക്കുകയാണ്, ഏറ്റവും വലിയ രാജ്യത്ത്. പക്ഷേ ഇതല്ല എൻ്റെ വാഗ്ദാന ദേശം, ഇതല്ല എൻ്റെ വാഗ്ദാന ഭൂമി. അപ്പൊ നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. വീണ്ടും യോസഫിന്റെ അസ്ഥികൾ നമ്മോട് സംസാരിക്കണം. യോസഫിന്റെ അസ്ഥികൾ സംസാരിക്കുന്ന അടുത്ത മെസ്സേജ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഇവിടെയുള്ള ഒന്നും കണ്ട് നമ്മൾ പ്രശംസിക്കേണ്ട ആവശ്യമില്ല, ഒന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടയോ ഭാരപ്പെടേണ്ടയോ ആവശ്യമില്ല. നമുക്ക് പുതിയൊരു വാഗ്ദാന ദേശമുണ്ട്. അപ്പൊ ഇതല്ല നമ്മുടെ ദേശം. നമ്മൾ പാട്ടൊക്കെ പാടും, എൻ്റെ ദേശം ഇവിടെയല്ല. അപ്പൊ അത് തന്നെ. അതിനെക്കുറിച്ചും ഈ നിരീശ്വരവാദികൾ പറയുന്നുണ്ട്, പാവപ്പെട്ടവരെ വാഗ്ദാനം കൊടുത്ത് കളിപ്പിക്കുക. അതൊക്കെ പണ്ട് തൊട്ട് പറയുന്ന. പക്ഷെ ഇത് പാവപ്പെട്ടവരല്ലല്ലോ. ധനികരായ ആളുകളും ഇതേ വാഗ്ദാനമാണ് വിശ്വസിക്കുന്നത്. നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശത്തിന് വേണ്ടി അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ വാർത്തുകൊണ്ട്, അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. യോസഫിന്റെ അസ്ഥികൾ നമ്മോട് ഇന്ന് സംസാരിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ട്. യോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ മക്കളോട് അന്ന് സംസാരിച്ചു. 400 വർഷവും അവരുടെ കഷ്ടതയുടെ കാലത്ത്, അവരുടെ അടിമത്തത്തിന്റെ കാലത്ത്, അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ട കാലത്ത്, അവർ നിലവിളിച്ച സമയത്ത്, അവരുടെ കണ്ണുനീരിന്റെ സമയങ്ങളിൽ, ആ 400 വർഷവും അവരെ ആ ക്രൂരരായ ഫറവോന്മാർ അടിച്ചമർത്തി അടിമകളാക്കി ഭരിച്ചപ്പോഴും നിശബ്ദമായി ആ അസ്ഥികൾ അവരുടെ നടുവിൽ സംസാരിച്ചുകൊണ്ടാണിരുന്നത്. ഇന്ന് നമ്മുടെ കർത്താവിന്റെ ശരീരരക്തങ്ങൾ ഓരോ കൂടിവരവിലും നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ശരീരരക്തങ്ങൾ യോസഫിന്റെ അസ്ഥികൾ എങ്ങനെ മിസ്രൈമിൽ
ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചോ അതേപോലെ നമ്മോട് സംസാരിക്കുകയാണ്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. ആ എലമെന്റ്സ് നമ്മോട് സംസാരിക്കുക. അപ്പോൾ യോസഫിന്റെ അസ്ഥികൾ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. രണ്ട്, മരണത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മൂന്ന്, നാം പ്രത്യാശയിൽ ജീവിക്കുക, വിശ്വാസത്തിൽ മരിക്കുക. നാല്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഞ്ച്, വാഗ്ദാനം മാത്രമല്ല, ആ വാഗ്ദാനത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ആറ്, നമുക്കും ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച പോലെ ഒരു വാഗ്ദാന ദേശം നമുക്ക് തന്നിട്ടുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏഴ്, നമുക്കത് ക്ഷമയും സഹിഷ്ണുതയും ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. എട്ട്, ദൈവം തന്റെ വാഗ്ദാനത്തെ ഓർക്കുന്ന ഒരു ദിവസം വരുന്നുവെന്ന് അത് ഓർപ്പിക്കുന്നു. ഒൻപത്, നമ്മുടെ പരീക്ഷാ കാലം ദീർഘമായിരിക്കാം, പരീക്ഷകൾ അതികഠിനമായിരിക്കാം, എങ്കിലും ധൈര്യം കളയരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഒരിക്കലും നുണ പറയുന്നില്ല. നമ്മളതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കണം. ഏറ്റവും അവസാനവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിച്ചുപോയവരെ ഓർക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മരിച്ചുപോയവരെ പലരും ഓർക്കാറില്ല. പക്ഷേ 400 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കള് അത് ഓർത്തു. അവര് ആ ശരീരം ചുമന്നുകൊണ്ട്, ആ മമ്മി ചുമന്നുകൊണ്ട് പോയി. മക്പേല ഗുഹയിൽ അബ്രഹാം വാങ്ങിയ സ്ഥലത്ത് തന്നെ അവിടെ കൊണ്ട് ഷെഖേമിനടുത്ത് യോസഫിനെ സംസ്കരിച്ചു. ഇപ്പം നമ്മുടെ വാങ്ങിപ്പോയവരെ അനുസ്മരിക്കാൻ നമ്മുടെയുള്ള ബാധ്യത നമ്മൾ ഓർക്കുക. എത്ര ബ്യൂട്ടിഫുള്ളാണ്. പുതിയ നിയമത്തിൽ അങ്ങനെയുണ്ടോ? കർത്താവായ യേശുവിനെ അടക്കി കഴിഞ്ഞപ്പം ശബത്ത് കഴിയാൻ നോക്കിയിരുന്നു ആ സ്ത്രീകൾ. അവനെ പൂശുവാൻ സുഗന്ധവർഗം ആയി ആ കല്ലറക്കിലേക്ക് പോയി. അപ്പൊ ശവസംസ്കാരത്തിന് ശേഷം കല്ലറ സന്ദർശിക്കുന്ന പതിവ് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഇതെല്ലാം പിന്നെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രാക്ടീസുകളാണ്. പരേതരെ അനുസ്മരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരുടെ കല്ലറകളെ ആദരിക്കുക, അതൊരു ശ്രേഷ്ഠമായ പാരമ്പര്യമാണ്. അത് നിശ്ചയമായും ദൈവികമായ പാരമ്പര്യം തന്നെയാണ്. അതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് യോസഫിന്റെ അസ്ഥികൾ നമ്മോട് സംസാരിക്കുന്നു. യോസഫിന്റെ അസ്ഥികളെ മോശ ബഹുമാനിച്ചതുപോലെ എല്ലാ വിശുദ്ധന്മാരെയും എല്ലാ വാങ്ങിപ്പോയവരെയും അനുസ്മരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് കഴിയണം. അതാണ് ക്രിസ്തീയ പാരമ്പര്യം. അല്ലാത്തത് മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്നുള്ള കുറച്ച് കെമിക്കൽ കോമ്പൗണ്ടുകളാണ്. അത് എല്ലാം പിരിഞ്ഞുപോയി. അതാണ് ഇപ്പോൾ ഈ നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ മാത്രമാണ്. അതൊരു എക്സ്പയറി ഡേറ്റ് ആകുമ്പം അത് അഴിഞ്ഞു പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. കുറെ കെമിക്കൽ കോമ്പൗണ്ടുകൾ മാത്രം. മനുഷ്യനൊരു കെമിക്കൽ എന്ന് പറഞ്ഞാൽ ജൈവരാസ സംയുക്തമാണ്. പ്രമുഖ അപ്പോളജറ്റിക്സ് പ്രഭാഷകനായ രവി സക്രിയയുടെ ഒരു ഓപ്പൺ ഫോറത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥി, എൻ്റെ ഓർമ്മയിൽ ഹാർവാർഡിൽ നടന്നതാണെന്ന് തോന്നുന്നു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നപ്പം അദ്ദേഹത്തോട് ഒരു സംശയം പറഞ്ഞു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ യുക്തിവാദികൾ പറയുന്ന സംശയമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജൈവരാസ സംയുക്തമാണ്. അത് അഴിയുന്നു. അത് എക്സ്പയർ ചെയ്യുമ്പം അത് അഴിയുന്നു. അതിന് മെഡിക്കൽ റീസൺസ് ഉണ്ട്. അപ്പോൾ മരിക്കുന്നു. അതിലപ്പുറത്ത് എന്താണുള്ളത്? മനുഷ്യന്റെ എക്സിസ്റ്റൻസ്. ദർ ഇസ് നോ സോൾ. അപ്പൊ രവി സക്രിയ അദ്ദേഹത്തോട് ആ യുവാവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മനുഷ്യൻ ഒരു ജൈവരാസ സംയുക്തം മാത്രമാണെങ്കിൽ നിന്റെ അമ്മ മരിക്കുമ്പോൾ നീ കരയുന്ന എന്തിന്? കുറച്ച് ജൈവരാസ സംയുക്തം നഷ്ടപ്പെടുന്നതിൽ നമ്മളാരും കരയാറില്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലും കരയാറുണ്ടോ? കുറച്ച് ടിക്-20യോ അല്ലെ എക്കാലക്സോ അല്ലെ കുറച്ച് ഫ്യൂരിഡാനോ മറിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ആരും നിലവിളിക്കാറില്ല. മനുഷ്യൻ കേവലം ജൈവരാസ സംയുക്തമല്ല. മനുഷ്യൻ ഉള്ളിൽ ദൈവദത്തമായ ആ സോള്. മനുഷ്യൻ വെറും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഹൈ ഗ്രേഡ് കമ്പ്യൂട്ടർ അല്ല.
ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തികളാണ്. ഓരോ വ്യക്തികൾക്കും ദൈവം വില കൊടുക്കുകയാണ്. ദൈവം നിനക്ക് അനന്തമായി സ്നേഹിക്കുന്നു. ദൈവം നിനക്ക് മൂല്യം തന്നിരിക്കുന്നു. നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് ആദരണീയനാണ്. അപ്പോൾ ദൈവം നമ്മെ അതുപോലെ ബഹുമാനിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന, ദൈവം ബഹുമാനിക്കുന്ന, ദൈവം ആദരിക്കുന്ന, ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തലയിലെ ഒരു രോമത്തിൽ പോലും ദൈവത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെന്ന് കർത്താവായ യേശു പറഞ്ഞെങ്കിൽ ഒരാൾ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മളെ മരിച്ചെത്തുപോയി, ഒരാൾ മരിച്ചാൽ ആ ആളുടെ ശരീരത്തിൽ സ്വർഗം ദൃഷ്ടി വെച്ചിരിക്കുക. നമ്മളെ സംബന്ധിച്ച് മരിച്ചു, തീർന്നു, അവിടെ കൊണ്ട് തീർന്നു. ആ ശരീരത്തിന്റെ അവശേഷിപ്പുകൾ ഭൂമിയിൽ ലയിച്ചു ചേർന്നാലും അതെവിടെയാണ് ചേർന്നിരിക്കുന്നത്? അതെവിടെയാണ്? സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തലമുടി താഴെ വീണാൽ ആ തലമുടിയെ പോലും സ്വർഗം ദൃഷ്ടി വെക്കുക. ഒരാൾ മരിച്ചാൽ ഒരു വിശുദ്ധനെ കൊണ്ട് നമ്മൾ സംസ്കരിക്കുമ്പോൾ ആ സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് സ്വർഗത്തിന്റെ ദൃഷ്ടിയുണ്ട്. വളരെ എവിഡന്റ് ആണ്. കാരണം കർത്താവ് പറയാണ്, സ്വർഗസ്ഥനായ പിതാവ് താഴെ വീഴുന്ന ഓരോ മുടിയഴയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുനരുത്ഥാനത്തിന്റെ നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അതെല്ലാം അവിടെ നിന്ന് എഴുന്നേൽക്കുക. മണ്ണ് തന്നിലുള്ളവരെ, സമുദ്രം തന്നിലുള്ളവരെ എല്ലാം തിരിച്ചേൽപ്പിക്കുന്ന ഒരു ദിവസമാണ് വരുന്നത്. പുനരുത്ഥാനമാണ് വരുന്നത്, പുനഃസൃഷ്ടിയല്ല. റിസറക്ഷനാണ്, നോട്ട് റിക്രിയേഷൻ. റിസറക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് സ്വർഗം ദൃഷ്ടി വെച്ചിരിക്കുകയാണ്. ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് വാങ്ങിപ്പോയവരുടെ കല്ലറുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വാങ്ങിപ്പോയവരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മൃത ശരീരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. യോസഫിന്റെ അസ്ഥികൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സോ യോസഫിന്റെ അസ്ഥികൾ വളരെ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. ഞാൻ എണ്ണിയില്ല, ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെക്കാം. നിശബ്ദമായി ഇസ്രായേൽ മക്കളോട് സംസാരിച്ച പോലെ ഇന്നും യോസഫിന്റെ അസ്ഥികൾ ഈ കാര്യങ്ങൾ നമ്മോട് പറയുകയാണ്. എത്ര പ്രതാപിയായ മനുഷ്യനായാലും അവന് മരണമുണ്ട്. മരണത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കുക, മരിക്കുമ്പോൾ വിശ്വാസത്തോടെ മരിക്കുക. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മരണസമയത്തും ഓർക്കാം. വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തത, ദ പ്രോമിസസ് ഓഫ് ഗോഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. പരീക്ഷ കാത്തിരിക്കേണ്ടി, ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ പരീക്ഷ കഠിനമായിരിക്കാം, പരീക്ഷാകാലം ദീർഘമായിരിക്കാം. പക്ഷെ ദൈവം തന്റെ വാഗ്ദാനത്തെ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. വിശ്വാസം നമ്മുടെ അനുസരണത്തെ ആവശ്യപ്പെടുന്നു. നമ്മുടെ മരിച്ചുപോയവരെ, പരേതരെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും തന്റെ സന്തതിക്കും ദൈവം ഒരു ദേശത്തെ വാഗ്ദാനം ചെയ്തതുപോലെ നമുക്കും ഒരു നഗരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷകനായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സോ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ സ്വർഗം ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവർ, അവരുടെ ശരീരം ഇന്ന് നമ്മുടെ വിസ്മൃതിയിലാണത്. നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല, നമ്മൾ അതിന് വില കൊടുക്കുന്നില്ലെങ്കിലും സ്വർഗം അതിന് വില കൊടുക്കുന്നുണ്ട്. സ്വർഗം അതിനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ ലെറ്റ് us റിമെമ്പർ അവർ ഡിപ്പാർട്ടഡ് സോൾസ്. നമ്മുടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാരെ നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നമുക്ക് അനുസ്മരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയവരെ നിങ്ങൾക്ക് അനുസ്മരിക്കാം. നിങ്ങൾ മറന്നാലും ദൈവം അവരെ മറക്കത്തില്ല. ഇസ്രായേൽ മക്കൾ മറന്നാലും യോസഫിനെ ദൈവം മറക്കത്തില്ല. യോസഫിന്റെ അസ്ഥികളെ മോശ ഓർക്കുകയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഒരു മോശയായി മാറുവാൻ, വാങ്ങിപ്പോയവരെ അനുസ്മരിക്കുവാൻ, ഓർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തെറ്റായ പാശ്ചാത്യ ചിന്തകൾ എല്ലാം നമ്മുടെ തലയിൽ നിന്ന് മാറിപ്പോകട്ടെ. പാശ്ചാത്യവും നിഷേധാത്മകവുമായ സുവിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, പാശ്ചാത്യ ഉപദേശങ്ങൾ നമ്മുടെ തലയിൽ നിന്ന് മാറട്ടെ. ഏറ്റവും ശ്രേഷ്ഠവും പൗരസ്ത്യവും ശ്ലൈഹികവും വേദപുസ്തകപരവുമായ ഉപദേശവും പ്രാക്ടീസും നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മരിച്ചുപോയവരെ, വാങ്ങിപ്പോയവരെ അനുസ്മരിക്കാം, പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. രണ്ട് മെസ്സേജ് വരുന്നു. മരിച്ചുപോയവർക്ക് വേണ്ടി, ഇനിയിപ്പോൾ സംശയം, മരിച്ചുപോയവർക്ക് വേണ്ടി അല്ലെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ഒരു സിംഗിൾ വാക്ക് ഇതിനകത്തുണ്ടോ? ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നതിൻ്റെ
പ്രധാന കാരണം ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ദൈവം സർവശക്തനാണ്. ദൈവം സർവശക്തനാണ്. സർവശക്തനായ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ദൈവത്തോട് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ലോകത്തിൽ മാത്രമേ ആക്സസ് ഇപ്പോൾ ഉള്ളൂ. എല്ലാ ലോകത്തിലും എല്ലാ കാലത്തിലും, കാലത്തിനതീതമായി, സ്ഥലത്തിനതീതമായി, ലോകത്തിനതീതമായി നിൽക്കുന്ന ദൈവമാണ്. ആ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. സോ യു ക്യാൻ പ്രേ എനിത്തിങ്, നോ ലിമിറ്റ്. പ്രാർത്ഥനയ്ക്ക് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ആളുടെ ദൈവത്തിന് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ ആളുടെ ദൈവത്തിന് ലിമിറ്റ് ഉണ്ട്. ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ലിമിറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ദൈവത്തിന് ലിമിറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. So don't limit our God. May God bless you. Thank you.